2024 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫെയർ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ. ടെന്നീസിൽ പ്രായം ഏറിയ 1-ാം റാങ്കുകാരനാണ് ഇദ്ദേഹം. പിന്നെ രണ്ടാമതായി നേടിയിട്ടുള്ളത് മാത്യു എബ്ഡൻ. 2024 രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമാണിത്. അത് ലഭിച്ചിട്ടുള്ളത് ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. ഏഴിമല നാവിക അക്കാദമി കമാൻഡൻ്റായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി. 2024 ഭാരതരത്ന ബഹുമതി നേടിയവർ 5 പേർക്കാണ് 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ചിട്ടുള്ളത്. ഒന്നാമതായി MS സ്വാമിനാഥൻ, 2 LK അദ്വാനി, 3 PV നരസിംഹറാവു, 4 കർപ്പൂരി താക്കൂർ, 5 ചൗധരി ചരൺ സിംഗ്. ഇതിൽ LK അദ്വാനിനെ ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് 50ാമത് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത് LK അദ്വാനിക്കാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. മികച്ച വനിതാ താരം ഐറ്റീന ബോൺമാറ്റി. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി ഉഗാണ്ടയിലെ കമ്പാലയിൽ വെച്ചിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി നടന്നിട്ടുള്ളത്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം നേടിയത് ശുഭ്മാൻ ഗിൽ. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്, മധ്യപ്രദേശുകാരിയാണ്. അടുത്തത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർപേഴ്സൺ ആയി നിയമിതനായത് അനിൽ കുമാർ ലാഹോട്ടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. 2024 പത്മഭൂഷൺ നേടിയ പ്രമുഖ വ്യക്തികൾ ജസ്റ്റിസ് ഫാത്തിമ ബീവി, O രാജഗോപാൽ, ഉഷ ഉദുപ്പ്. 2024 എത്ര പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്? 132 പേർക്കാണ് മൊത്തം പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ പത്മവിഭൂഷൺ 5 എണ്ണം, പത്മഭൂഷൺ 17 എണ്ണം, ബാക്കി 110 എണ്ണം പത്മശ്രീ. അങ്ങനെ മൊത്തം 132 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 2024 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളി ഫാത്തിമ ബീവി, O രാജഗോപാൽ എന്നിവർക്കാണ് 2024 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. അതിനു പുറമെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പേരുകളാണ് വിജയ്കാന്ത്, തമിഴ് നടൻ, മിഥുൻ ചക്രവർത്തി, ബംഗാളി ചലച്ചിത്ര താരം, ഉഷ ഉദുപ്പ്, ബംഗാളി പോപ്പ് സിംഗർ തുടങ്ങിയവർ. ഇവർക്കും എന്തുണ്ട്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇനി പത്മശ്രീ ലഭിച്ച എല്ലാവരെയും പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാമത് ചിത്രൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന് സാഹിത്യം, വിദ്യാഭ്യാസം ഈ മേഖലകളിലാണ് ലഭിച്ചിട്ടുള്ളത്. മരണാനന്തരമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് മുനി നാരായണ പ്രസാദ്. അതും ഇതേപോലെ സാഹിത്യവും വിദ്യാഭ്യാസമാണ്. അടുത്തത് EP നാരായണൻ. അദ്ദേഹം തെയ്യം കലാകാരനാണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. അവർക്കും സാഹിത്യം വിദ്യാഭ്യാസ മേഖലയിലാണ് ലഭിച്ചിട്ടുള്ളത്. സദനം ബാലകൃഷ്ണൻ കഥകളി കലാകാരനാണ്. സത്യനാരായണ ബലേരി പരമ്പരാഗത നെൽ കർഷകനാണ്. അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം നേടിയത് സൂര്യകുമാർ യാദവ്. ICC മികച്ച ഏകദിന താരം വിരാട് കോഹ്ലി. മികച്ച താരത്തിനുള്ള ഗ്യാരിസ് ഓർസ് പുരസ്കാരം നേടിയത് പാറ്റ് കമ്മിൻസ്, ഓസ്ട്രേലിയ. മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉസ്മാൻ ഖ്വാജ, ഓസ്ട്രേലിയ.
നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. കലാശ്രേഷ്ഠ പുരസ്കാരം നേടിയത് സജി മാടപ്പാട്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം കിരീടം നേടിയത് യാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയത് അരിയാന സബലേങ്ക. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് നെതർലാൻഡ്. ഫൈനലിൽ മലേഷ്യയെയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ാമതാണ്. 2024 ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് ദി മൊമെന്റ്സ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയത് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസ്യ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയെന്ന റെക്കോർഡ് നേടിയത് ഒലെഗ് കോനോനെങ്കോ. റഷ്യക്കാരനാണ്. അദ്ദേഹമാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം നിന്നിട്ടുള്ളത്. സാഫ് അണ്ടർ-19 കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്തമായി ജേതാക്കളാവുകയാണ് ചെയ്തിട്ടുള്ളത്. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രവി കുമാർ ഷാ. 2024 സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ചത് NK പ്രേമചന്ദ്രൻ. APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൻസദ് ഫൗണ്ടേഷൻ പാർലമെൻറ്റ് അംഗങ്ങളുടെ പ്രവർത്തന മികവിന് നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളുടെ മികവിന് നൽകുന്ന പുരസ്കാരമായിട്ടുള്ള ഒന്നാണ് ഈ സൻസദ് മഹാരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. അത് 2024 ലഭിച്ചിട്ടുള്ളത് NK പ്രേമചന്ദ്രനാണ്. അതേപോലെ മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളി ജോൺ ബ്രിട്ടാസാണ്. മികച്ച പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ശശി തരൂരാണ്. അതായത് മികച്ച നവാഗത പാർലമെൻറ്റേറിയൻ ജോൺ ബ്രിട്ടാസ് ആണ്. അതേപോലെ മികച്ച പാർലമെൻറ്റേറിയൻ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് ശശി തരൂരാണ്. ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത് രാജ്യസഭാംഗമാണ്. അതേപോലെ ശശി തരൂർ ലോകസഭാംഗം കൂടിയാണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി തിരഞ്ഞെടുത്ത ബീച്ച് പാപനാശം. മികച്ച 100 ബീച്ചുകളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുത്ത ബീച്ചാണ് പാപനാശം. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5-ാമത്തെ രാജ്യം ജപ്പാൻ. പേടകം സ്ലിം മൂൺ സ്നൈപ്പർ. അപ്പോൾ ചന്ദ്രനിൽ 5-ാമതായിട്ട് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള രാജ്യം ജപ്പാനാണ്. പേടകം സ്ലിം മൂൺ സ്നൈപ്പർ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷാ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാമത് എത്തിയത് ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ് ഇദ്ദേഹം. 2024 അണ്ടർ-19 ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്. ഫൈനലിൽ ഇന്ത്യയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന പുരസ്കാരമായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കടൽ തീരം കോഴിക്കോട് കാപ്പാട് ബീച്ച്. അപ്പോൾ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് പറയുന്നത്. അത് ലഭിച്ചിട്ടുള്ളത് കോഴിക്കോട് കാപ്പാട് ബീച്ചിനാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹിയാണ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ്.
സ്പേസ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നാസയാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി SL നാരായൺ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കേരള ബാങ്കിൻ്റെ പുതിയ CEO ആയി 2024 ഫെബ്രുവരിയിൽ നിയമിതനായത് ജോർജ് TM ചാക്കോ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. അദ്ദേഹത്തെ കൂടാതെ 3 പേരുകൂടെ ഉണ്ട്. അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല. അങ്ങനെ 4 പേരാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ ആവിഷ്കരിച്ച സംവിധാനം വാട്ടർ ബെല്ല്. ഏത് സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിനാണ് ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകിയത്? കാസർഗോഡ് കേന്ദ്ര സർവകലാശാല. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ഇപ്പോൾ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പ്, കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര. 2024 ഫെബ്രുവരിയിൽ കേരള സാങ്കേതിക സർവകലാശാല ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. കേരളത്തിൽ ആദ്യമായി രക്തദാനത്തിന് അവധിയും അറ്റൻഡൻസും പ്രഖ്യാപിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. അതേപോലെ കേരളത്തിൽ ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാല കുസാറ്റാണ്. വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കുന്നതിന് ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാല. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 16ാമത് ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളി ആനി ജോർജ് മാത്യു. മറവി രോഗം ബാധിച്ച വയോജനങ്ങൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി. ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? സുഗതകുമാരി. സുഗതകുമാരിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പത്മഭൂഷൺ രാമചന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചിത്രകാരൻ, ശില്പി. 2024 ഫ്രഞ്ച് സർക്കാർ നൽകുന്ന സിവിലിയൻ ബഹുമതി നേടിയ മലയാളി പൂയം തിരുനാൾ ഗൗരി പാർവതിബായി. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. 2024 ഫെബ്രുവരി 22 ചാന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. അപ്പോൾ ചാന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. 2024 ഫെബ്രുവരി 22 ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. തണ്ണീർത്തട ദിനം എന്നാണെന്നറിയാലോ, ഫെബ്രുവരി 2. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. അതേപോലെ 2023 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം T50 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ജമ്മു ആൻഡ് കാശ്മീർ. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ഈ ടണൽ ഉള്ളത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏത് മേഖലയിൽ പ്രസിദ്ധൻ? ക്രിക്കറ്റ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഒരു ക്രിക്കറ്റ് താരമാണ്.
ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഫാലി എസ് നരിമാൻ. ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. അദ്ദേഹം പ്രസിദ്ധ ഇന്ത്യൻ നിയമജ്ഞനായ അദ്ദേഹം 2024 ഫെബ്രുവരിയിലാണ് മരണപ്പെട്ടത്. യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കൃതി രചിച്ചതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത് ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ്. യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കൃതി രചിച്ചതും ഇദ്ദേഹം തന്നെയാണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ജഗദ്ഗുരു രാം ഭദ്രാചാര്യ. അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്. അതേപോലെ ഗുൽസാർ ഉറുദു കവി. അപ്പോൾ രണ്ടുപേരാണ് 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. 2024 ഇന്ത്യൻ വായുസേന വായുശക്തി സൈനിക അഭ്യാസത്തിൻ്റെ വേദി പൊക്രാൻ, രാജസ്ഥാൻ. 2024 ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഉപഗ്രഹം ഇൻസാറ്റ് 3DS. വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV F-14 ആണ്. 2024 ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ പോർട്ടിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെ? കുലശേഖരപട്ടണം, തമിഴ്നാട് കുലശേഖരപട്ടണത്താണ് 2024 ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ പോർട്ടിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. 2024 കേന്ദ്ര ബജറ്റിൽ പരാമർശിക്കുന്ന ബ്ലൂ ഇക്കണോമി 2.0 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കടൽ വിഭവങ്ങളുടെ സംരക്ഷണവും വികസനവും. 2024 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിരിക്കുന്നത് എന്തിന്? ഉത്തരം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് 2024 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിട്ടുള്ളത്. 2024 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദിനാണ് 2024 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ 2024 പൂന്താനം സ്മാരക അവാർഡ് നേടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയാണ്. കേരള ബജറ്റ് 2024 പ്രകാരം കേരളത്തെ നിർമ്മിത ബുദ്ധി കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഏത് കമ്പനിയുടെ സഹായമാണ് കേരള സർക്കാർ സ്വീകരിച്ചത്? IBM. 2024 കേരള ബജറ്റിൽ പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാസമ്പന്നർക്കായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി ഉന്നതി. പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാസമ്പന്നർക്കായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി ഉന്നതി. സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങളുടെ ജീവിത നിലവാരം, വരുമാനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി 2024 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് K-ലിഫ്റ്റ്. 2024 ഫെബ്രുവരിയിൽ ഏതു മേഖലയിലാണ് 100% വിദേശ നിക്ഷേപത്തിന് ഇന്ത്യ അംഗീകാരം നൽകിയത്? ബഹിരാകാശ ഗവേഷണം. ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായി 2024 ഫെബ്രുവരിയിൽ നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ് ഇപ്പോൾ ലോകപാലിൻ്റെ പുതിയ അധ്യക്ഷനായി 2024 ഫെബ്രുവരിയിൽ നിയമിതനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് 2024 ഫെബ്രുവരിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ഫാക്ട്സ് പറയുന്നത്. ഇനി മാർച്ചിലെ കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ